ആശാവർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഗ്ലോബൽ ഭൂമിയിൽ ഇത്രയും വലിയ പ്രതിസന്ധി നിറഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ നമുക്കിടയിൽ പ്രവർത്തിച്ച ആശാ വർക്കർമാർ അവർ നിരന്തരം സമരം നടക്കുകയാണ്. എന്തിനു വേണ്ടിയുള്ള സമരമാണ്? അവര് നമുക്കിടയിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ ജീവിത നിലവാര സുരക്ഷ, ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തി അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആശാ വർക്കർമാർക്ക് അവർക്ക് മാന്യമായ വേതനം വേണമെന്ന് ആവശ്യപ്പെട്ടാണ്. ഇന്ന് അവർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ്? ഒരു ദിവസത്തെ അവരുടെ ഓണറേറിയത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ വിഹിതം എന്ന് പറയുന്നത് 232 രൂപയാണ്. ഇവിടെ എന്റെ വാക്ക് കേൾക്കുന്ന അമ്മമാരും സഹോദരിമാരും ഉണ്ടല്ലോ. 232 രൂപയ്ക്ക് നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോലും ഇന്ന് 300 രൂപയാണ് ഒരു 100 ദിന തൊഴിൽ ദിനങ്ങളിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ്. 232 രൂപയ്ക്ക് 1 കിലോ അരി കിട്ടുമോ? 1 കിലോ വെളിച്ചെണ്ണയുടെ വില എത്രയാണ്? 270 രൂപയാണ്. 1 കിലോ അരിയുടെ വില 60 രൂപയും 45 രൂപയും 55 രൂപയും 2014 40 രൂപ ഉണ്ടായിരുന്ന അരി ഇന്ന് 2025 ഇപ്പോൾ 65 രൂപയാണ് എത്തി നിൽക്കുന്ന സാഹചര്യമാകുന്നു. 1 കിലോ പയറിന്റെയും 1 കിലോ മുതിരയുടെയും 1 കിലോ പരിപ്പിന്റെയും വില കിട്ടാൻ ഇന്ന് നമുക്ക് നമ്മുടെ പല വ്യഞ്ജന വസ്തുക്കളുടെയും വില നിലവാരം കഴിഞ്ഞ 5 മാസം കൊണ്ട് 5000 രൂപയുടെ കുടുംബ ബഡ്ജറ്റ് വർദ്ധിച്ചു എന്നുള്ളത് ബോധ്യപ്പെടാൻ ഈ സർക്കാരും ത്രിതല പഞ്ചായത്തുകാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അംഗനവാടി ജീവനക്കാരുടെ വേതന വർധനവ് നടപ്പിലാക്കുക, ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പാവപ്പെട്ടവരുടെ വേതനങ്ങൾ കവർന്നെടുത്തുകൊണ്ടും ജനജീവിതം ആകെ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഭരണം മുന്നോട്ട് പോകുന്നത്. തൊട്ടതിനൊക്കെ തീവിരയായി. ഒരു മേഖലയിലും ശമ്പള വർധനവോ വേതനങ്ങളോ ഇല്ല. തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന LDF-കാരനും DYFI-കാരനും നിങ്ങളൊക്കെ ഒന്ന് അറിയണം. നിങ്ങളൊക്കെ K കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും AK ആന്റണിയെയൊക്കെ വഴി തടഞ്ഞ DYFI-കാരൻ, ഇടതുപക്ഷക്കാരൻ, CPM-കാരാ. ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ എവിടെയാ ഇരിക്കുന്നത്? നിങ്ങളുടെ സഹോദരിമാര്, നമ്മുടെ സഹോദരിമാരാണ് മാസങ്ങളോളം ശക്തമായ അവകാശ പോരാട്ടത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിൽ മഴയും വെയിലും കൊണ്ട് കിടക്കുന്നത്. ഒരുപക്ഷെ UDF-ന്റെ കാലഘട്ടത്തിലായിരുന്നു ആ സമരമെങ്കിൽ നട്ടലില്ലാത്ത DYFI-കാരൻ, നാണവും മാണമില്ലാത്ത CPM-ന്റെ മഹിളാ സംഘ നേതാക്കന്മാർ, ശ്രീമതി ടീച്ചറൊക്കെ കുടുംബശ്രീയുടെ പേരിലൊക്കെ സമരം നടത്തി തിരുവനന്തപുരത്ത് നൃത്തം ചവിട്ടിയ കഥകളൊക്കെ നിങ്ങൾ മറന്നുപോയോ? ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ ബൈജു ബെൻ ജോൺസൺ, ടോമി പെല്ലിശ്ശേരി, ബിജു പണിക്കശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി സിറയത്ത്, KB സുനിൽ, മണ്ഡലം നേതാക്കളായ CN ദേവസിക്കുട്ടി, AA റപ്പായി, വർഗീസ് പെല്ലിശ്ശേരി, ആന്റണി തെക്കേക്കര, ഡെന്നിസ് പെല്ലിശ്ശേരി, കുമാരൻ പർവത്ത്, രവി കോപ്പക്കാട്ടിൽ, CO ജോൺസൺ, TV വേണുഗോപാൽ, ജോൺസൺ, മാലതി പരമേശ്വരൻ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശോഭന ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു.